ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് നോട്ട് എ സണ്ണി ദിസ് ആഫ്റ്റർനൂൺ ആൻഡ് ഇറ്റ് ഈസ് കോൾഡർ ദാൻ യെസ്റ്റർഡേ. നമ്മൾ പി ക്യു ആർ എസ് ടി ഒക്കെ എഴുതുന്ന സമയത്ത് എന്തിനെ എഴുതില്ല? നോട്ട് എഴുതില്ല. അപ്പൊ ഇവിടെ ആദ്യത്തെ പി എന്ന് പറയണത് എന്താ? ഇറ്റ് ഈസ് സണ്ണി ദിസ് ആഫ്റ്റർനൂൺ എന്ന് കിട്ടി. അതൊരു എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ്. ഇനി അടുത്തത് ആൻഡ് എഴുതില്ല, അടുത്തത് എഴുതും ഇറ്റ് ഈസ് കോൾഡർ ദാൻ യെസ്റ്റർഡേ. ഇപ്പൊ ഇതെന്താ? ഇത് ക്യൂ ആയി. വി വിൽ ഗോ സ്വിമ്മിങ്. ഇറ്റ് ഈസ് സണ്ണി എന്ന് പറയുന്ന ഓൾറെഡി ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് വി വിൽ ഗോ സ്വിമ്മിങ്ങിന് ആറെന്ന് എഴുതി. ഇഫ് വി ഡു നോട്ട് ഗോ സ്വിമ്മിങ്, അതായത് ഗോ സ്വിമ്മിങ് എന്നുള്ള സംഭവം ഓൾറെഡി വന്നു. ദെൻ വി വിൽ ടേക്ക് എ കനോയി ട്രിപ്പ് എന്ന് പറയുന്നത് എസ് ആയി. ആൻഡ് ഇഫ് വി ടേക്ക് എ കനോയി ട്രിപ്പ്, അത് ഓൾറെഡി എസ് ആണ്. ദെൻ വി വിൽ ബി ഹോം ബൈ സൺസെറ്റ്, അപ്പൊ ടി ആയി. ഓക്കെ, therefore we will be home by sunset. അപ്പൊ ഇത് നമുക്ക് ഇവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാ സംഭവങ്ങളും എന്താണ്, ഇപ്പൊ നമ്മൾ പി ക്യു ആർ എസ് ടി എന്താന്ന് എഴുതി, ഓരോ സെന്റൻസിന് നോട്ട് കളഞ്ഞ് ആൻഡ് വെച്ചിട്ട് കണക്ട് ചെയ്ത ആൾക്കാരെ എനിക്ക് ഐഡന്റിഫൈ ചെയ്ത് ഞാൻ പി ക്യു ആർ എസ് ടി ഒക്കെ എഴുതി വെച്ചു. ഓക്കെ, ഇനി ഞാൻ ഇവര് പറയണത് എന്താണ്, അതിനനുസരിച്ച് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഓരോ നമ്മുടെ പിയും ക്യു ആർ ഒക്കെ വെച്ചിട്ട് ഇവരെ റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഇറ്റ് ഈസ് നോട്ട് എ സമ്മർ ദിസ് ആഫ്റ്റർനൂൺ എന്ന് പറയുമ്പോ നമുക്ക് അവിടെ അത് കളയേണ്ടിയിരുന്നില്ല അല്ലെ? ഇറ്റ് ഈസ് നോട്ട് സമ്മർ ദിസ് ആഫ്റ്റർനൂൺ എന്ന് പറയുമ്പോ നമുക്ക് അവിടെ എന്താണ്? നെഗേഷൻ പി. പിന്നെ അവിടെ എന്താ വന്നിട്ടുള്ളേ? കളയാൻ പറ്റില്ല. നെഗേഷൻ പി. പിന്നെ ആൻഡ് ഇറ്റ് ഈസ് കോൾഡർ ദാൻ യെസ്റ്റർഡേ എന്ന് പറയുമ്പോ നെഗേഷൻ പി ആൻഡ് ക്യൂ എന്ന് കിട്ടി. വി വിൽ ഗോ സ്വിമ്മിങ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് സണ്ണി. അപ്പൊ ഇഫ് തന്നെ ഇല്ല, പക്ഷെ ഇത് ഉദ്ദേശിക്കുന്നത് ഇംപ്ലൈസ് തന്നെയാണ്. അപ്പൊ വി വിൽ ഗോ സ്വിമ്മിങ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് സണ്ണി എന്ന് പറയുമ്പോ പി അല്ലെ? വി വിൽ ഗോ സ്വിമ്മിങ്ങിന് നമ്മൾ ആറിന് കൊടുത്തത്, സണ്ണിക്ക് ഓൾറെഡി പി എന്നാണ് കൊടുത്തേക്കണത്. ഇഫ് വി ഡു നോട്ട് ഗോ, ഇഫും തന്നെ വന്നു കണ്ടോ? ഇഫ് വി ഡു നോട്ട് ഗോ സ്വിമ്മിങ്, സ്വിമ്മിങ്ങിന് നമ്മൾ എന്താ കൊടുത്തേക്കണേ? സ്വിമ്മിങ്ങിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് ആറാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വന്നു? നെഗേഷൻ ആറ് ഇംപ്ലൈസ് എസ്. ഇനി അടുത്ത നോക്ക്, then we will take a canoe trip. ഇനിയും നമുക്ക് ആൻഡ് വരുന്നുണ്ട്. അപ്പൊ എന്താ പറയാ, ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ചെയ്ത് എസ് ആൻഡ് വീണ്ടും ഇംപ്ലൈസ് ചെയ്യണത് പിന്നെയും ഇഫും തന്നെയല്ലേ വരുന്നത്. അപ്പൊ എസ് ആൻഡ് ഏതോ ഒരു സാധനം ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ട് അവിടുന്ന് നമ്മൾ എന്ത് സ്പ്ലിറ്റ് ചെയ്യേണ്ടി? ഇഫ് തന്നെ അടുത്തതായിട്ട് എഴുതുന്നുണ്ട്. ഇഫ് യു ടേക്ക് എ കനോയ് ട്രിപ്പ്, നമ്മൾ കനോയ് ട്രിപ്പിന് കൊടുത്തിട്ടുള്ളത് എസ് ആണ്. അപ്പൊ എസ് ഇംപ്ലൈസ് ദെൻ വി വിൽ ബി ഹോം ബൈ സൺസെറ്റ് എന്ന് പറയുന്നത് ടി ആണ്. therefore ടി കണ്ടോ? therefore we will, അതായത് ഇത് കറക്റ്റ് ആണ്, ഇത് ട്രൂ ആണ്, ഇത് ട്രൂ ആണ്, ഇത് ട്രൂ ആണ്, ഇത് ട്രൂ ആണെങ്കിൽ നമ്മൾ ചെയ്ത് 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 എന്ത് നമുക്ക് കിട്ടണം? ടിയും ട്രൂ ആന്ന് കിട്ടണം. ഓക്കെ, അപ്പൊ ഞാൻ പറയട്ടെ, ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ പിടിച്ച് ഇങ്ങടെ എഴുതണേനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രിമൈസസ് എന്ന് പറയാ. അപ്പൊ ഇതെല്ലാം ഇംപ്ലൈസ് ആണ്. അപ്പൊ ഈ ആൻഡിന്റെ വല്ല സംഭവം വന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് തുടങ്ങുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത്, ഇതെല്ലാം ഇംപ്ലൈസ് ആണ്, ഇത് ആൻഡ് ആണ്. അപ്പൊ അത് എളുപ്പമുള്ള സംഭവം ഏതാണ്? നെഗേഷൻ പി ആൻഡ് ക്യൂ. ഇതിപ്പോ നമ്മള് തന്ന സംഭവം എടുത്ത് എഴുതിയതാണല്ലോ, അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രിമൈസസ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ കഴിഞ്ഞു കേട്ടോ, പ്രിമൈസസ്. ഇനി നമുക്ക് വേണ്ടത്, ഇവിടുന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? രണ്ട് കാര്യങ്ങൾ കിട്ടും. ഒന്ന്, നെഗേഷൻ പി ട്രൂ ആണ്, അതായത് ഈ ഒരു സംഭവം ട്രൂ ആണെങ്കിൽ നെഗേഷൻ പി ട്രൂ ആണ്. അതിനെന്താ പറയാ? സിംപ്ലിഫിക്കേഷൻ. നമ്മൾ എവിടെ സിംപ്ലിഫിക്കേഷൻ അപ്ലൈ ചെയ്തേ? ഫസ്റ്റ് ഇതിലാണ് സിംപ്ലിഫിക്കേഷൻ അപ്ലൈ ചെയ്തത്. അപ്പൊ നമുക്ക് അവിടുന്ന് എന്ത് എഴുതാം? സിംപ്ലിഫിക്കേഷൻ ഓൺ 1 എന്ന് എഴുതാം. അതേപോലെ തന്നെ നമുക്ക് അടുത്ത കാര്യം കിട്ടിയത് എന്താണ്? ക്യൂ. ക്യൂ എവിടെ സിംപ്ലിഫിക്കേഷൻ ചെയ്തത്? 1 തന്നെയാണ് സിംപ്ലിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. സിംപ്ലിഫിക്കേഷൻ ഓൺ 1.
അപ്പൊ നമുക്ക് ആക്ച്വലി കിട്ടിയേക്കുന്നത് ഈ പി എന്ന് പറയുന്ന ആള് ഫോൾസും ക്യൂ എന്ന് പറയുന്ന ആള് ട്രൂ ആണ്. കാരണം നെഗേഷൻ പി ആണ് ട്രൂ. അങ്ങനെയാണെങ്കിൽ ആരാണ് പി ആരാ ഫോൾസോ. ഇനി പിയിലും ക്യൂയിലും തുടങ്ങുന്ന ആൾക്കാരെ ഞാൻ നോക്കിയപ്പോ ക്യൂല് നെഗേഷൻ പി ആൻഡ് ക്യൂ. അതില് ക്യൂ എന്തായിരുന്നു ആക്ച്വലി ഈ ക്വസ്റ്റ്യനില് ക്യൂ ആരാ? ഇറ്റ് ഈസ് കോൾഡർ ദാൻ യെസ്റ്റർഡേ അല്ലേ? പക്ഷെ ക്യൂ ഇവിടെ പിന്നെ ആദ്യത്തേല് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി ഏത് ഓപ്ഷൻ ഉള്ളൂ? പിയില് സ്റ്റാർട്ട് ചെയ്യണ ആളെ നോക്കാം. ഞാൻ ആർ എംപ്ലോയീസ് പി എന്ന് എഴുതി. ഇപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള ആളെന്നെ എഴുതി കഴിഞ്ഞാൽ ഞാൻ എന്ത് വിളിക്കണം? പ്രിമൈസസ് എന്ന് വിളിക്കണം. എനിക്കിപ്പോ ഇവിടെ ഓൾറെഡി ഉള്ളത് ഈ പി ഫോൾസ് ആന്നുള്ള കാര്യം അറിയാം. പി ഫോൾസ് ആണെങ്കിൽ ആരായേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇംപ്ലൈസിൽ ഒരു കാര്യം മാത്രമാണ് ആലോചിക്കാനുള്ളത്. 10 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 0, ബാക്കി എല്ലാതും 1 ആണ്. അപ്പൊ ഇത് ഓൾറെഡി എന്തായി? 0 ആയി. അപ്പൊ ഈ ഇംപ്ലൈസ് പി ട്രൂ ആണ് നമുക്ക്. അപ്പൊ ഇവിടെ എന്ത് കിട്ടിയേ പറ്റുള്ളൂ? ഇവിടെ 0 കിട്ടിയേ പറ്റുള്ളൂ. നമുക്കറിയാം 0 0 ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത് വരിക? 1 കിട്ടുള്ളൂ. അപ്പൊ ഈ ആറിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാം? ആറ് ഫോൾസ് ആന്ന് പറയാം. അപ്പൊ നമുക്ക് എവിടെ എന്ത് എഴുതാം? ഇവിടെ നമുക്ക് ഫോൾസ് ഒന്നും എഴുതാൻ പറ്റില്ല. നമുക്ക് ട്രൂ ആയ കാര്യം മാത്രമാണ് എഴുതാൻ പറ്റുള്ളൂ. ഇപ്പൊ എനിക്ക് ഇവിടെ കിട്ടിയത് 6 ഫോൾസ് ആണെന്നാണ്. അപ്പൊ 6 ഫോൾസ് ആന്ന് കിട്ടി കഴിഞ്ഞാൽ ആരായിരിക്കും അവിടെ ട്രൂ? നെഗേഷൻ ആരാണ് ട്രൂ വരിക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പി ഇംപ്ലൈസ് ക്യൂ തന്നിട്ട് ക്യൂവിനെ കുറിച്ച് പറയണത് മോഡസ് പൊനൻസും പി ഇംപ്ലൈസ് ക്യൂ തന്നിട്ട് ഫസ്റ്റത്തെ ആളിനെ കുറിച്ച് പറയണത് മോഡസ് ടൊളൻസും. അപ്പൊ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തത് ഏതാണ്? മോഡസ് ടൊളൻസ് ആണ് അല്ലെ? ആർ ഇംപ്ലൈസ് പി തന്നിട്ട് ഫസ്റ്റത്തെ ആളിനെ കുറിച്ചല്ലേ പറഞ്ഞത്. അപ്പൊ അതെന്താണ്? മോഡസ് ടൊളൻസ്. അത് ഏതൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്തേക്കണേ? ഒന്ന് 4 അപ്ലൈ ചെയ്തിട്ടുണ്ട്, 4 ഉണ്ട്. പിന്നെ നെഗേഷൻ പി ഫോൾസ് ആന്ന് പറയണത് എവിടെയാ? പിനെ കുറിച്ച് പറയണത് 2ലാണ്. അപ്പൊ 4ഉം 2 മനസ്സിലായി. ഇനി നമുക്ക് അപ്പൊ 6ൽ തുടങ്ങുന്ന ആളെ വിളിക്കാം. 6ൽ തുടങ്ങുന്നത് എന്താണ്? നെഗേഷൻ ആർ ഇംപ്ലൈസ് എസ്. നെഗേഷൻ ആർ ഇംപ്ലൈസ് എസ്. ഇതിന്ന് എടുത്ത് എഴുതിയോണ്ട് അതിനെന്ത് വിളിച്ചു? പ്രിമൈസസ് എന്ന് വിളിച്ചു. ഇനി അടുത്തത് നെഗേഷൻ ആർ ഇംപ്ലൈസ് എസ് കഴിഞ്ഞില്ലേ? ഇനി അടുത്ത നമുക്ക് എന്ത് പറയാം? ഇവിടെ ആർ എന്താണ്? നെഗേഷൻ ആർ ട്രൂ ആണ്. അപ്പൊ എസ് എന്തായേ പറ്റുള്ളൂ? നമുക്കറിയാം 1 0 വന്നു കഴിഞ്ഞാൽ 0 വരും. അപ്പൊ ഈ നെഗേഷൻ ആർ ഇംപ്ലൈസ് എസ് എന്ന് പറയുന്ന ആളെന്ത് വരും? ഫോൾസ് വരും. അപ്പൊ ഇവിടെ നെഗേഷൻ ആർ ട്രൂ ആണ്. അപ്പൊ എസ് ട്രൂ ആയേ പറ്റുള്ളൂ. അപ്പൊ പി ഇംപ്ലൈസ് ക്യൂ തന്നിട്ട് ക്യൂവിനെ കുറിച്ച് പറയുന്നതാണ് മോഡസ് പൊനൻസ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത്? എസ് കിട്ടി. ഇത് എവിടുന്ന മനസ്സിലായത്? മോഡസ് പൊനൻസ് എന്നറിയാം. മോഡസ് പൊനൻസ് ഒന്ന് ഈ 6 ആണ് യൂസ് ചെയ്തേക്കണത്. പിന്നെ ഈ 6 നെഗേഷൻ ആറിനെ കുറിച്ച് പറയണത് ഏതാണ്? 5 ആണ്. ഇനി എസ്സിൽ തുടങ്ങണ ആള് ആകെ ഒരാളുള്ളൂ. അത് ഏതാണ്? എസ് ഇംപ്ലൈസ് ടി. അപ്പൊ ഞാൻ അത് എഴുതി എസ് ഇംപ്ലൈസ് ടി. എനിക്കറിയാം എസ് ട്രൂ ആണ്. ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞുള്ളൂ എസ് ട്രൂ ആണ്. എസ് ട്രൂ ആണെങ്കിൽ ടി ആരായേ പറ്റുള്ളൂ? ട്രൂ ആയേ പറ്റുള്ളൂ. കാരണം 1 0 വന്നു കഴിഞ്ഞാൽ ട്രൂ ഫോൾസ് വന്നു കഴിഞ്ഞാൽ ആള് ഫോൾസ് എന്നാ. നമ്മള് ഈ ഒരു കോളത്തിലും ഇവിടെയും എഴുതണ എല്ലാ കാര്യങ്ങളും ട്രൂ ആന്ന് പറഞ്ഞിട്ടാണ് ഈ എഴുതി കൊണ്ടിരിക്കുന്നത്. അപ്പൊ എസ് ഇംപ്ലൈസ് ടി. ഇപ്പോ ഇത് ജസ്റ്റ് ഞാൻ അവിടുന്ന് എടുത്ത് എഴുതിയതാണ്. അതുകൊണ്ട് പ്രിമൈസസ് എന്ന് കൊടുത്തു. ഇനി അടുത്തത് നോക്കൂ. ഇവിടുന്ന് എനിക്ക് എന്ത് കിട്ടി? ലാസ്റ്റത്തേക്ക് എത്തി. ടി ട്രൂ ആന്ന് കിട്ടി അല്ലെ? ടി ട്രൂ ആണെങ്കിൽ ഇത് എന്തൊക്കെ യൂസ് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയേക്കുന്നത്? എന്തായാലും പി ഇംപ്ലൈസ് ക്യൂ തന്നിട്ട് ക്യൂവിനെ കുറിച്ച് പറയണ ആളിനെ പറയണതാണ് മോഡസ് പൊനൻസ്. അത് ഏതൊക്കെ വെച്ചിട്ടാണ് യൂസ് ചെയ്തേക്കണത്? ഒന്ന് 8 യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എസിനെ കുറിച്ച് പറയണത് 7 ആണ്. അപ്പൊ മോഡസ് പൊനൻസ് ഓൺ 7 8. ആദ്യത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോ തീരെ അറിയാത്ത ആൾക്കാർക്ക് ഇത് ബുദ്ധിമുട്ടാണ്. എനിക്കും ഈ സംഭവമൊക്കെ ശരിയാവാൻ വേണ്ടിയിട്ട് ഒരു 10 ക്വസ്റ്റ്യൻ എടുത്തു. അപ്പൊ പേടിക്കണ്ട, ഒരു 10 ക്വസ്റ്റ്യൻ കഴിയുമ്പോഴേക്കും നമ്മൾ ആ ട്രാക്കിലേക്ക് വരും. ഞാൻ കുറച്ച് എക്സാഗ്രേറ്റ് ചെയ്ത് പറഞ്ഞത് അതിന് മുന്നേ വരും ട്ടോ. ഇത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആർഗ്യുമെന്റ് ഫോർ ഫോളോയിങ് ആൻഡ് ഡിറ്റർമിൻ വെദർ ഇറ്റ് ഈസ് വാലിഡ്. ക്യാൻ വി കൺക്ലൂഡ് ദാറ്റ് കൺക്ലൂഷൻ ഈസ് ട്രൂ ഇഫ് പ്രിമൈസസ് ആർ ട്രൂ. നമ്മുടെ 2026 3 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനാ. നല്ല എളുപ്പാ, നേരത്തെ പോലെ ഒന്നല്ല. ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. എന്താണ് കൺക്ലൂഷൻ? സോക്രട്ടീസ് ഈസ് മോർട്ടൽ എന്ന് പറയുന്ന ഭാഗം കൺക്ലൂഷൻ. അപ്പൊ ഇതിലെ പി ആരാണ്? ഇഫും തന്നെ ഒന്നും എഴുതില്ല കേട്ടോ. പി ആരാണ്? സോക്രട്ടീസ് ഈസ് ഹ്യൂമൻ. ദെൻ സോക്രട്ടീസ് ഈസ് മോർട്ടൽ ക്യൂ. വീണ്ടും സോക്രട്ടീസ് ഈസ് ഹ്യൂമൻ. പിന്നെ നമുക്ക് എന്ത് കൺക്ലൂഷൻ കിട്ടണം? സോക്രട്ടീസ് ഈസ് മോർട്ടൽ. അപ്പൊ നിങ്ങൾ പറയേ, ഇഫ് സോക്രട്ടീസ് ഈസ് ഹ്യൂമൻ ദെൻ സോക്രട്ടീസ് ഈസ് മോർട്ടൽ. ഇത് നിങ്ങൾ പി ക്യൂ എന്നൊക്കെ എഴുതി, ഇതിലത് മാത്രമേ ഉള്ളൂ, പിയും ക്യൂവും മാത്രമേ ഉള്ളൂ. അപ്പൊ നോക്ക്, ഇഫ് സോക്രട്ടീസ് ഈസ് ഹ്യൂമൻ ദെൻ സോക്രട്ടീസ് ഈസ് മോർട്ടൽ എന്ന് പറയുന്നിടത്തുനിന്ന് ഇഫും തന്നും വന്നോണ്ട് ഞാൻ പി പ്ലസ് ക്യൂ എന്ന് എഴുതി. ഇനി അടുത്തത് സോക്രട്ടീസ് ഈസ് ഹ്യൂമൻ എന്ന് പറയുമ്പോൾ പി. ഇവിടെ നമ്മൾ എന്ത് കൺക്ലൂഷൻ ഉണ്ടാക്കണം? സോക്രട്ടീസ് ഈസ് മോർട്ടൽ എന്നുണ്ടാക്കണം. ദെർഫോർ ക്യൂ. ഇത് വല്ലതും ചെയ്യാണ്ടോ? അപ്പൊ അത് നമുക്കുള്ള എല്ലാത്തിനും എടുത്ത് എഴുതാം. ആദ്യം പി പ്ലസ് ക്യൂ, പിന്നെ ഇതിന്റെ ഓർഡർ ഇപ്പൊ ഞാൻ ചെയ്യുമ്പോ ഇങ്ങനെയാണ് ചെയ്യണത്. അത് വെച്ചിട്ട് എന്താണ്, നിങ്ങൾക്ക് അത് ചെയ്താലേ മാർക്കില്ല കിട്ടുള്ളൂ എന്നൊന്നുമില്ല. സംഭവം സ്റ്റെപ്പൊക്കെ കറക്റ്റ് ആയി കഴിഞ്ഞാൽ അങ്ങോട്ട് മാർക്ക് കിട്ടും. പ്രിമൈസസ്, ഇതും പ്രിമൈസസ്. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കൂ, പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആണ്. പിന്നെ നമ്മളോട് എന്ത് പറഞ്ഞു? പി ട്രൂ ആന്ന് പറഞ്ഞു. ഇതിലുള്ള എല്ലാം ട്രൂ ആണെന്നല്ലേ പറയണത്. അപ്പൊ ഇവിടെ പി ട്രൂ ആണെങ്കിൽ ക്യൂ ഫോൾസ് ആവാൻ പറ്റുമോ? ഇല്ലല്ലോ. നമുക്കപ്പോ 1 0 10 എന്നുള്ള സംഭവം കയറി വരും. അപ്പൊ ഇവിടെ ക്യൂ എന്തായേ പറ്റുള്ളൂ? ക്യൂ ട്രൂ ആയേ പറ്റുള്ളൂ. ദെർഫോർ ക്യൂ. പി ഇംപ്ലൈസ് ക്യൂ തന്നിട്ട് ക്യൂവിനെ കുറിച്ച് പറയണ എന്റെ പേരെന്താ? 1ലും 2ലും നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് മോഡസ് പൊണ്ണൻസ് അല്ലെ? പി ഇംപ്ലൈസ് ക്യൂ തന്നിട്ട് ക്യൂവിനെ കുറിച്ച് പറയുന്നതാണ് മോഡസ് പൊണ്ണൻസ്. അപ്പൊ ആർഗ്യുമെന്റ് എന്താണ്? വാലിഡ് ആണ്. അടുത്തത്, ചെക്ക് ദ വാലിഡിറ്റി ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്. കണ്ടോ, ജനുവരി 2026 ചോദിച്ചിട്ടുള്ളത് ഡിസംബർ 2023 ക്വസ്റ്റ്യനാ. പിന്നെ അത് മാത്രല്ല, ഇത് കുറച്ച് ഫേമസ് ആണ്. മോസ്കിറ്റോ ഈസ് എ നേഷണൽ ബേർഡ് എന്നൊക്കെ പറയുന്ന സംഭവം ഉള്ള ഒരു ക്വസ്റ്റ്യൻ. ഇഫ് ഹോഴ്സസ് ഓർ കൗസ് ഈറ്റ് ഗ്രാസ്. അപ്പൊ അവിടെ ഇഫ് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ എന്താ വരിക? ഇവിടെ വീണ്ടും ഓറിന് കാണുന്നുണ്ട്. അപ്പൊ ഓറ് വന്നു കഴിഞ്ഞാൽ നോർമലി നമ്മൾ അത് മാത്രം എടുത്ത് എഴുതുള്ളൂ. പക്ഷെ ഇവിടെ ഹോഴ്സസ് എന്ന് മാത്രം എടുത്ത് എഴുതി കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഹോഴ്സസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു സെന്റൻസ് ഫുൾ ആയിട്ടില്ലല്ലോ. അപ്പൊ അവിടെ ബാക്കിയുള്ളത് കണക്ട് ചെയ്യണ്ടേ? ഹോഴ്സസ് ഈറ്റ് ഗ്രാസ്. ഇനി അടുത്തത് എന്താ വന്നേക്കണേ? കൗസ് ഈറ്റ് ഗ്രാസ്. ഇനി അടുത്തത് മോസ്കിറ്റോ ഈസ് എ നേഷണൽ ബേർഡ്. അപ്പൊ പി ക്യൂ 6 കിട്ടിയിട്ടുണ്ട്. ഇഫ് മോസ്കിറ്റോ ഈസ് എ നേഷണൽ ബേർഡ് then peanut butter taste good on hot dog. അപ്പൊ ഇവിടെ അടുത്ത് എന്ത് വന്നു? പീനട്ട് ബട്ടർ ടേസ്റ്റ് ഗുഡ് ഓൺ ഹോട്ട് ഡോഗ് എന്ന് കിട്ടി. ബട്ട് പീനട്ട് ടേസ്റ്റ് ടെറിബിൾ ഓൺ ഹോട്ട് ഡോഗ്. അതായത് ഗുഡ് ഓൺ ഹോട്ട് ഡോഗിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ടെറിബിൾ ഓൺ ഹോട്ട് ഡോഗ്. therefore cows didn't eat grass. ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. ഇനി എനിക്ക് ഓരോന്ന് പറഞ്ഞു തരണം. ഹോഴ്സസ് ഓർ കൗസ് ഈറ്റ് ഗ്രാസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? പി ഓർ ക്യൂ. ആൻഡ് ദെൻ മോസ്കിറ്റോ ഈസ് എ നേഷണൽ ബേർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വന്നു? 6 വന്നു. അടുത്തത്, ഇഫ് മോസ്കിറ്റോ ഈസ് എ നേഷണൽ ബേർഡ് ദെൻ പീനട്ട് ബട്ടർ ടേസ്റ്റ് ഗുഡ് ഓൺ ഹോട്ട് ഡോഗ്. മോസ്കിറ്റോ ഈസ് എ നേഷണൽ ബേർഡ് എന്ന് പറയുന്നത് 6 ആണ്. ഇഫും ദെന്നും ആണ്. പീനട്ട് ബട്ടർ ടേസ്റ്റ് ഗുഡ് ആണ് ഹോട്ട് ഡോഗ്. അപ്പൊ 6 ഇംപ്ലൈസ് എസ് എന്ന് കിട്ടി. ഇനി അടുത്തത്, ബട്ട് പീനട്ട് ടേസ്റ്റ് ടെറിബിൾ ഓൺ ഹോട്ട് ഡോഗ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് എഴുതി? നെഗേഷൻ എസ് എന്ന് എഴുതി. therefore നമുക്ക് എന്ത് കിട്ടും? cows did not eat grass എന്ന് കിട്ടും. അതായത് നെഗേഷൻ ക്യൂ. അപ്പൊ ഇതിന്ന് നമ്മൾ എങ്ങനെയെങ്കിലും ക്യൂ ഫോൾസ് എന്നുള്ള രീതിക്ക് എത്തിക്കണം. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ ഇതില്
ഞാൻ പറഞ്ഞില്ലേ ഇംപ്ലൈസ് ഒന്നുമല്ല എളുപ്പം, ഫുൾ ഇംപ്ലൈസ് തന്ന ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നെഗേഷൻ എസ്, അതായത് എസ് അവിടെ ആരാന്ന് മനസ്സിലായി എനിക്ക്, ഫോൾസ്. ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. എക്സാമിന് എഴുതുമ്പോ പെൻസിലൊക്കെ എടുത്തിട്ട് ട്രൂവും ഫോൾസും ഒക്കെ എഴുതി നോക്കുക. ഇനി ഇവിടെ ആരാണ് നമുക്ക് ഫസ്റ്റ് എഴുതേണ്ടത്, നെഗേഷൻ എസ്. ഇവിടെ ഉള്ള ആളേനെ എഴുതിയോണ്ട് ഇതെന്താണ്, പ്രിമൈസസ്. ഇനി അടുത്തത്, ഇതിന് ഞാൻ 1 എന്ന് കൊടുത്തു. പ്രിമൈസസ് എഴുതുമ്പോ നമ്മൾ നമ്പർ ഒന്നും കൊടുക്കില്ലല്ലോ. ഇപ്പൊ എസ് ഫോൾസ് ആണ് മനസ്സിലായി. അപ്പൊ എസുമായി കണക്ട് ചെയ്യണ അടുത്ത ഒരു പ്രിമൈസസ് ഏതാണ്, ആർ ഇംപ്ലൈസസ്. അപ്പൊ ഞാൻ ഇവിടുത്തെ എടുത്ത് എഴുതി ആർ ഇംപ്ലൈസസ്. ഇതിന്റെ പേരാണെന്ത്, പ്രിമൈസസ്. ഇനി മൂന്നാമത്തെ ഞാൻ എഴുതാണ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി എസ് എന്ന് പറയുന്ന ആളെന്താണ്, ഫോൾസ് ആണ്. അപ്പൊ ആരായേ പറ്റുള്ളൂ, 1 0 ആലോചിച്ചു. അപ്പൊ ഒരിക്കലും എന്താവരുത്, ആറ് ട്രൂ ആവരുത്, ആറ് ഫോൾസ് ആവണം. അപ്പൊ ഇവിടുന്ന് 6 ഫോൾസ് ആണ്. അപ്പൊ ആരാണ് ട്രൂ, നെഗേഷൻ ആരാണ് ട്രൂ. എനിക്കിവിടെ ഫോൾസിന്റെ കാര്യങ്ങളൊന്നും എഴുതാൻ പറ്റില്ല. അപ്പൊ ഇവിടുന്ന് എന്ത് കിട്ടി, 6 ഫോൾസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, നെഗേഷൻ 6 എന്ന് എഴുതി. ഇനി നമുക്ക് അടുത്തത് എന്ത് ചെയ്യാം, ഇത് എന്താണ്, ആർ ഇംപ്ലൈസ് എസ് തന്നിട്ട് ആറിനെ കുറിച്ച് പറയണതിനെയാണ് എന്ത് പറയണത്, മോഡസ് പൊണൻസ് എന്ന് പറയണത്. അപ്പൊ മോഡസ് പൊണൻസ് നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്, മോഡസ് പൊണൻസ് നമ്മൾ 1ലും 2ലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്കുള്ളത് ഇപ്പൊ ഇത് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ആറിൽ തുടങ്ങുന്ന ഈ ഒരു സംഭവമാണ് പി ഓർ ക്യൂ ആൻഡ് ആർ അല്ലേ. അപ്പൊ ഈ സാധനം ഇവിടുന്ന് എടുത്ത് എഴുതിയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, പ്രിമൈസസ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, പി ഓർ ക്യൂ ഇംപ്ലൈസ് ആറ്, പ്രിമൈസസ് എഴുതി. ഇനി എനിക്ക് എന്ത് പറയാം, ഇവിടെ ആറ് എന്ന് പറയുന്ന ആള് ഫോൾസ് ആണ്. സോ പി ഓർ ക്യൂ എന്താണ്, ഫോൾസ് ആവണം. പി ഓർ ക്യൂ ആണ് ഫോൾസ്. അപ്പൊ ഇവിടെ ട്രൂ അല്ലേ എഴുതാൻ പറ്റുള്ളൂ. നെഗേഷൻ പി ഓർ ക്യൂ ആണ് എന്ത്, ട്രൂ ആയിട്ട് വരിക. അപ്പൊ ഇത് എന്ത് ലോയാണ്, അതായത് പി ഇംപ്ലൈസ് ക്യൂ തന്നിട്ട് പിനെ കുറിച്ച് പറയണ ലോ ഏതാണ്, പി ഇംപ്ലൈസ് ക്യൂ തന്നിട്ട് പിനെ കുറിച്ച് പറയണ ലോനെ നമുക്ക് എന്ത് പറയാം, മോഡസ് ടൊളൻസ് ആണത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, മോഡസ് ടൊളൻസ് അപ്ലൈ ചെയ്തു. എവിടെ ഞാൻ അപ്ലൈ ചെയ്തു, 4ലും പിന്നെയോ 3ലും മോഡസ് ടൊളൻസ്. ഇനി അടുത്തത് എനിക്ക് ഡിമോർഗൻ ലോ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ. ഇവിടെ ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്തത് ഡിമോർഗൻ ലോ ഓൺ 5 അപ്ലൈ ചെയ്തു. എനിക്ക് ഇവിടുന്ന് എന്ത് മനസ്സിലാവും, ഇവിടെ നെഗേഷൻ ക്യൂ ആണെന്ത് നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ. അപ്പൊ therefore നെഗേഷൻ ക്യൂ, നമ്മൾ പഠിച്ചത് പി ആൻഡ് ക്യൂ ട്രൂ ആണെങ്കിൽ പിയോ ക്യൂവോ എന്തെങ്കിലും ട്രൂ ആവുന്ന പറയുന്ന സംഭവത്തിനെയാണ് ഞാൻ എന്ത് പറയാ, സിംപ്ലിഫിക്കേഷൻ. അപ്പൊ ഞാന് ഓരോന്നും എഴുതി വന്ന വഴി മനസ്സിലായോ, ആദ്യം ഏറ്റവും എളുപ്പമുള്ളത് എടുത്തു, പിന്നെ അതുള്ളതിനെ എടുത്തു. പക്ഷെ എന്റെ നോട്ടില് എഴുതിയ സമയത്ത് എല്ലാ പ്രിമൈസസുകളും ഒരുമിച്ച് എഴുതിയിട്ട് അവിടുന്ന് ഇങ്ങനെ തുടങ്ങണതാണ്. ഇത് വേറെ രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രൂവ് ചെയ്തേക്കുന്നത്. കണ്ടോ, ഒരേ സാധനം തന്നെ 2 രീതിയിൽ പ്രൂവ് ചെയ്തതാണ് ഈ കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലായില്ലേ, ഇതല്ല എളുപ്പം, കണക്ട് ചെയ്ത് വെച്ച് ആദ്യം എന്ത് ചെയ്യുന്നു, ഏറ്റവും എളുപ്പമുള്ള സംഭവത്തിന് എടുത്തു, പിന്നെ അതുള്ള പ്രിമൈസസ് എഴുതാൻ നോക്കി, അങ്ങനെ ചെയ്ത് പോയപ്പോ നമുക്ക് എന്ത് കിട്ടി, ആവശ്യമുള്ള റിസൾട്ടിലേക്ക് എത്തി. ഇതും കൂടി ചെയ്യാൻ പറ്റും തോന്നണു. എന്താ, നമുക്ക് ഇഫ് ടുഡേ ഈസ് മൺഡേ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇഫ് ടുഡേ ഈസ് മൺഡേ ഐ ഹാവ് ടെസ്റ്റ് ഓഫ് മാത്തമാറ്റിക്സ് ഓർ ഫിസിക്സ്. അപ്പൊ ആദ്യത്തെ ഉള്ളത് ടുഡേ ഈസ് മൺഡേ എന്നുള്ളതാണ്. അടുത്തത് ഐ ഹാവ് ടെസ്റ്റ് ഓഫ്, ഇതിനെ കുറച്ച് അങ്ങോട്ട് നീക്കാം. ആദ്യം നമുക്കുള്ളത് ടുഡേ ഈസ് മൺഡേ എന്ന് പറയുന്നതാണ്, അതാണ് എന്റെ പി.
ഇനി ഐ ഹാവ് ടെസ്റ്റ് ഓഫ് മാത്തമാറ്റിക്സ് എന്ന് പറയണ ക്യൂ. അടുത്തത് ഓർ വന്നിട്ടുണ്ട്, ഐ ഹാവ് ടെസ്റ്റ് ഓഫ് ഫിസിക്സ്. ഇനി ഇഫ് മൈ ഫിസിക്സ് പ്രൊഫസർ ഈസ് സിക്ക് അടുത്ത് വന്നു, മൈ ഫിസിക്സ് പ്രൊഫസർ ഈസ് സിക്ക്. ഇനി അടുത്തത് ഐ വിൽ നോട്ട് ഹാവ് എ ടെസ്റ്റ് ഓഫ് ഫിസിക്സ്. ഫിസിക്സിന്റെ ടെസ്റ്റിനെ കുറിച്ച് പറയുന്നതാണ് ആർ. ടുഡേ ഈസ് മൺഡേ, വീണ്ടും നമ്മൾ അത് എഴുതിയിട്ടുണ്ട്. ആൻഡ് മൈ ഫിസിക്സ് പ്രൊഫസർ ഈസ് സിക്ക്, therefore I have test of mathematics, show that argument is valid. therefore കഴിഞ്ഞിട്ട് നമുക്ക് എന്നുള്ള ഐ ഹാവ് ടെസ്റ്റ് ഓഫ് മാത്തമാറ്റിക്സ്. ഇനി നമ്മൾ ഇവിടുന്ന് കണക്ട് ചെയ്ത സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇഫ് ഇറ്റ് ഈസ് മോർണിംഗ്, ഇഫ് ടുഡേ ഈസ് മൺഡേ, ഇവിടെ ഒരു കോമ ഉണ്ടോ? കോമയ്ക്ക് പോലും ഇമ്പോർട്ടൻസാ. അത് കഴിഞ്ഞിട്ട് ഇഫ് തന്നെ വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ടുഡേസ് മൺഡേ എന്ന് പറയുന്നത് ആള് പി implies I have test of mathematics or physics. അപ്പൊ അവിടെ നമുക്ക് എന്ത് വരും? Q or R എന്ന് കിട്ടി. ഇനി അടുത്തത് if my physics professor is sick. physics professor sick എന്ന് പറയുന്ന സാധനം S ആണ്. and if തന്നെയാണ് കേട്ടോ. ഇവിടെ ഒരു കോമ വന്നിട്ടുണ്ട്, അതാണ് അതിന്റെ അർത്ഥം. I will not have a test of physics. I will have a test of physics എന്ന് പറയുന്നത് ആരാണ്? സോ നെഗേഷൻ R എന്ന് കിട്ടി. ഇനി ടുഡേ ഈസ് മൺഡേ, ഇനി അടുത്തത് ടുഡേ ഈസ് മൺഡേ ആൻഡ് മൈ ഫിസിക്സ് പ്രൊഫസർ ഈസ് സിക്ക്. അത് നല്ല സിമ്പിൾ ആണ്, ജസ്റ്റ് ആൻഡ് മാത്രമാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ടുഡേ ഈസ് മൺഡേ എന്ന് പറയുന്നിടത്തുനിന്ന് പിന്നും മൈ ഫിസിക്സ് പ്രൊഫസർ ഈസ് സിക്ക് എന്ന് പറയുന്നിടത്ത് എസ് ആണ് കിട്ടിയത്. therefore I have a test of mathematics എന്ന് പറയുന്നിടത്ത് ക്യൂ, therefore ക്യൂ എന്ന് കിട്ടി. നിങ്ങളൊന്ന് നോക്ക്, ഇതിൽ ഏറ്റവും എളുപ്പമുള്ള ആളാരാ? ഈ ഇംപ്ലൈസ് ഒന്നല്ലല്ലോ, പി ആൻഡ് എസ് അല്ലേ. അപ്പൊ പി ആൻഡ് എസ് എഴുതി, ഇതിനെ പ്രിമൈസസ് എന്ന് വിളിച്ചു. എന്തിലാണ് നമ്മൾ സിംപ്ലിഫിക്കേഷൻ കൊടുത്തേക്കുന്നത്? 1ലാണ് സിംപ്ലിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇതില് നമ്പർ ചെയ്താൽ മറന്നിട്ടുണ്ട്. പി ആൻഡ് എസ്. ഓക്കെ, പിയില് അങ്ങനെയാണെങ്കിൽ നമുക്ക് പി ആൻഡ് എസ് ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിയും ട്രൂ ആയിരിക്കും, എസും ട്രൂ ആയിരിക്കും. ഇനി പിയും എസും കാണുന്ന സംഭവം ഏതാ? എന്തായാലും പി ഇംപ്ലൈസ് ക്യൂ ഓർ ആറിനേക്കാളും ലാഭമാണ് നമുക്ക് എന്ത് തുടങ്ങുന്നത്? എസ് ഇംപ്ലൈസ് നെഗേഷൻ ആറ്. അപ്പോ ഇത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പി ഇംപ്ലൈസ് ക്യൂ ഓർ ആർ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് എസ് ഇംപ്ലൈസ് നെഗേഷൻ ആറും തുടങ്ങാം, കാരണം പിയും എസും രണ്ടിലും ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ ഞാൻ ചെയ്തത് പി ഇംപ്ലൈസ് ക്യൂ ഓർ ആർ എഴുതി. ഇത് ഇവിടെ നിർത്തിയതിനു പ്രിമൈസസ് എന്ന് പറഞ്ഞു. ഇവിടെ എനിക്ക് ഓൾറെഡി പി ട്രൂ ആണല്ലോ. അപ്പൊ ഈ ക്യൂ ഓർ ആർ എന്തായേ പറ്റുള്ളൂ? നിങ്ങൾക്കറിയാം 1 0 വന്നു കഴിഞ്ഞാൽ മാത്രമാണ് പ്രശ്നമുള്ളൂ. അപ്പൊ ക്യൂ ഓർ ആർ ഒരിക്കലും എന്താവരുത്? ഫോൾസ് ആവരുത്. അതുകൊണ്ട് ക്യൂ ഓർ ആർ എന്തായിരിക്കും? ക്യൂ ഓർ ആർ എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. അപ്പൊ പി ഇംപ്ലൈസ് ക്യൂ തന്നിട്ട് ക്യൂവിനെ കുറിച്ച് പറയുന്നതാണ് മോഡ് എക്സ്പോണൻസ്. ഏതൊക്കെ യൂസ് ചെയ്തു? ഒന്ന് ഇത് 4 യൂസ് ചെയ്തു. പിന്നെ പിനെ കുറിച്ച് പറയണത് ഏതാ? 2 അല്ലേ. അപ്പൊ 2 and 4 മോഡ് എക്സ്പോണൻസ് നമുക്ക് കിട്ടി. പക്ഷെ പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ക്യൂ ഓർ ആറിൽ ആരാണ് ട്രൂ, ആരാണ് ഫോൾസ് എന്നൊന്നും നമുക്കറിയില്ല. ആൻഡ് ആയിരുന്നെങ്കിൽ നമുക്ക് പറയായിരുന്നു ക്യൂവും ട്രൂ ആണെന്ന് പറയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. എസ് ഇംപ്ലൈസ് ഇനി നമുക്ക് വേറൊരാളുണ്ടല്ലോ, എസും ട്രൂ ആണെന്ന് നമുക്കറിയാലോ. അപ്പൊ എസ് ഇംപ്ലൈസ് നെഗേഷൻ ആര് പ്രിമൈസസ്. ഇവിടെ എനിക്ക് എസ് ആരാന്ന് കിട്ടിയിട്ടുണ്ട്, എസ് ട്രൂ ആന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എസ് ട്രൂ ആണെങ്കിൽ നെഗേഷൻ ആര് എന്തായേ പറ്റുള്ളൂ? ട്രൂ ആയാലേ പറ്റുള്ളൂ. അപ്പൊ ഈ ലോ ആണ് എന്താണ്? മോഡ് എക്സ്പോണൻസ്. അപ്പൊ എനിക്ക് എന്ത് പറയാം? നെഗേഷൻ ആറ്. ഈ മോഡ് എക്സ്പോണൻസ് എവിടേക്കാണ് ഞാൻ അപ്ലൈ ചെയ്തേക്കുന്നത്? ഒന്ന് ആറിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ എസിനെ കുറിച്ച് പറയണത് ഇവിടെ 3ലാണ്. അപ്പൊ മോഡ് എക്സ്പോണൻസ് 3 and 6 എന്ന് കിട്ടി. ഇപ്പൊ നിലവിലെ അവസ്ഥ എന്താണ്? ഇവിടെ നമുക്ക് ഇതുവരെ നമുക്ക് ഉള്ള അവസ്ഥ ഇതാണ്. ഇപ്പൊ നമുക്ക് 6 ഫോൾസ് ആണെന്നറിയാം. നമ്മളിവിടെ ഒരാളെ എഴുതി വെച്ചിട്ടുണ്ട് ക്യൂ ഓർ ആറ് അല്ലെ. ക്യൂ ഓർ ആറില് 6 ഫോൾസ് ആണ്. ആക്ച്വലി ക്യൂ ഓർ ആറ് എന്ന് പറയുന്ന ആള് ട്രൂവില് 6 ഫോൾസ് ആണ്. 6 ഫോൾസ് ആണെങ്കിൽ ക്യൂ എന്തായേ പറ്റുള്ളൂ? ക്യൂ ട്രൂ ആയേ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ആ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഡിസ്ജക്റ്റീവ് സിലോഗിസം എന്നാണ് അല്ലെ. ഞാൻ പറഞ്ഞിട്ടില്ലേ ഓറ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇത് ആക്ച്വലി ഇതിന്റെ പേര് ഡിസ്ജങ്ഷൻ ആണെന്നും
എളുപ്പത്തിന് വേണ്ടി ഓരോന്ന് പറഞ്ഞ് നടന്നിരുന്നതാന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? therefore Q ആ ഒരു വെറൈറ്റി കിട്ടി. ഇനി അടുത്ത